ഇതാ നിൽക്കുന്നു ഇവിടെ ആപ്പിള്. അവരിങ്ങോട്ട് എത്താൻ കുറേ സമയം എടുക്കും. അവിലാണ് വിളിക്കുക. വാവ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 290 കിലോമീറ്റർ അകലെയുള്ള ബക്മൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മലകളും അതുപോലെ തന്നെ ആപ്പിൾ തോട്ടങ്ങളും ഒരുപാട് സ്ഥലം നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ ഇത്. ഇവിടെ കൂടുതൽ ഫാമുകളാണ്, ആപ്പിൾ തോട്ടങ്ങളും അതുപോലെ സബർജില്ലി, മുന്തിരി അങ്ങനെയുള്ള ഒരുപാട് ഫാമുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു ഫാമിലാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുള്ളത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇന്നലെ 7 മണിക്ക് ഞാൻ പുറപ്പെട്ടതാണ്. അവിടെ നിന്ന് ഏകദേശം 5-5.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. ഞങ്ങൾ ഇന്നലെ താമസിച്ച ഫാം ഹൗസാണ് കേട്ടോ ഇത്. അതിൻ്റെ ചുറ്റുമുള്ള വ്യൂ ആണിത്. താഴെ കാണുന്നതൊക്കെ മുഴുവനും ആപ്പിൾ ചെടികളാണ്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിള്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ പറിച്ച ഒരു ആപ്പിളും അതേപോലെ തന്നെ ഒരു ബ്രെഡ്, കോഴിമുട്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ഒക്കെ ഉണ്ടല്ലോ. നമ്മളെ ഷെരീഫ് ക ആപ്പിൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ആപ്പിളാണ് കേട്ടോ. വലിയ സൈസ് ഇല്ല അല്ലേ? അത് സൈസ് പറ. അപ്പോൾ ഗ്രീൻ ആപ്പിളാണ് ഇതിലുള്ളതൊക്കെ. ഞാനും ഷെരീഫ്ക്ക് ഇങ്ങനെ ആപ്പിളൊക്കെ പറിച്ച് വേണ്ട ഒരു കവറിലൊക്കെ ഇട്ടിട്ട് കാണുന്നത്. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മധുരം, കടും മധുരമാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് തോന്നുന്നുണ്ട് അല്ലേ? പച്ച ആപ്പിൾ ഇങ്ങനെ പറിക്കുക മരത്തുമെന്ന്, എന്നിട്ട് അതിങ്ങനെ കഴിക്കാം. ആവശ്യമുള്ളത് നമ്മൾ എടുക്കാം. സീസൺ കഴിയാണ്, അതുകൊണ്ടാണ് ഇതിന്റെ ഇല കൊയ്യുന്നത്. ജിസാക്ക് വിലായത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ നൂറുദ്ദീൻ കാക്കാൻ്റെ തോട്ടത്തിൽ നിന്ന് ചെറിയ ചെറിയ ആപ്പിളുകളൊക്കെ പറിച്ച് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മധുരമുള്ള ആപ്പിളാണ്. അപ്പോൾ നൂറുദ്ദീൻ കാക്ക ഞങ്ങളോട് എത്രയും വേണമെങ്കിലും പറിച്ച് തിന്നാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നൂറുദ്ദീൻ കാക്കാനെ സമീപിച്ചാൽ നിങ്ങൾക്കും ഈ തോട്ടമൊക്കെ സന്ദർശിക്കാനും ഇവിടുന്ന് നല്ല നല്ല മധുരമുള്ള ഇതുപോലത്തെ പഴങ്ങളൊക്കെ പറിച്ച് തിന്നാനൊക്കെ പറ്റും. ഇതുപോലുള്ള ഇത് എന്ത് ഫ്രൂട്ടാണിത്? ഇത് സബർജില്ല എന്നാ പറയുക. സബർജില്ലയാണ് അല്ലേ ഇത്? അപ്പോൾ നല്ല ഫ്രഷ് സബർജില്ലയാണ് കേട്ടോ. കേട്ടോ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പറിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിലൊരുപാടുണ്ട്, എൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊന്ന് കടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെത്. വാവ്, പല തരത്തിലുള്ള ആപ്പിളുണ്ട്. റെഡ് ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ജാസ് എന്ന് പറയുന്ന ആപ്പിളുണ്ട്. ഇത് ഞാൻ വിദേശത്ത് കണ്ടിട്ടുണ്ട്, ജാസ് എന്ന് പേരായിട്ടുള്ളത്. അതേപോലെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്. പലതരത്തിലും തരംതിരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പല ആപ്പിളുകളും. ഇതായിരിക്കുന്നു ഒരു റെഡ് കൂടെ. ഏകദേശം ആപ്പിളിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇലയൊക്കെ പഴുത്ത് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാവ്, 3 എണ്ണം ഉണ്ട് അല്ലേ? ഇതാ നിൽക്കുന്ന ഇവിടെ ആപ്പിള്. ഇത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3ഉം പറിക്കാം. 1 ഡാമേജ് ആയിട്ടുണ്ട്, അത് കണ്ടോ നമുക്ക്. നല്ല ഫ്രഷ് ആപ്പിള് ഇതാ ഇവിടെ ഉണ്ട്. ഈ ആപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ലേ ഷെരീഫ്ക്ക? നല്ല മധുരം അല്ലേ? നല്ല കടും മധുരം. നമ്മൾ നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ഒന്നല്ല. ആപ്പിൾ തോട്ടങ്ങളിലെ ഇടയിൽ കൂടെ ഞാനും ഷെരീഫ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് ഷെരീഫ്ക്ക പറിച്ച ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം എത്ര മൈനസ് ആണോ അതോ 3 അല്ലേ? -3 ഇന്നലത്തെ തണുപ്പ്. അതുകൊണ്ട് ഇന്നലെ രാത്രിയൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇത്രയും തണുപ്പായ കാരണം ഞങ്ങൾ വേഗം തന്നെ പുതച്ചു മൂടി കിടന്നുറങ്ങിട്ടോ. പിന്നെ രാവിലെ നേരത്തെ എണീക്കണം എന്നുണ്ടായിരുന്നു, അതും കഴിഞ്ഞില്ല. കാരണം
തണുപ്പുണ്ട്. ഞാനാണെങ്കിലോ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു റിവർ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ആപ്പിൾ മരങ്ങളാണ്, പല വെറൈറ്റീസ് ആയിട്ടുള്ള ആപ്പിളുകൾ. നമ്മുടെ കൂടെ വന്ന കുട്ടികളാണ് അവിടെ ഒത്ത മുകളിൽ നിൽക്കുന്നത് കേട്ടോ. ഒരു മിന്നായം പോലെ കാണാം അല്ലേ? ഇതേ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഹൈറ്റിൽ നമ്മൾ ഏതായാലും പോകുന്നില്ല. അവരിങ്ങോട്ട് എത്താൻ കുറേ സമയം എടുക്കും. അവിലാണ് വിളിക്കും. ഷാജാൻക്കില്ല, ഞാൻ ഷാജാൻക്ക് ഞാൻ വെറും മാപ്പിള തന്നെ ആയിക്കണം അല്ലേ ഫുഡ്. ഇവിടെ ഉള്ള ഒരുവിധം മരങ്ങളൊക്കെ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്ക് കളറൊക്കെ ആയിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞ് പൊഴിയാൻ പോവുകയാണ്. ഏകദേശം ഒരു 10-20 ദിവസം കൊണ്ടൊക്കെ അല്ലേ മഞ്ഞ് പൊഴിയും ഇവിടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അതിനുള്ള തയ്യാറെടുപ്പാണ്. മരങ്ങളിലെ ഇലയൊക്കെ കൊഴിഞ്ഞു പോവും. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റുകളൊക്കെ അയക്കാൻ മറക്കല്ലേ.